പൊതുവിദ്യാലയങ്ങൾ മാറ്റത്തിന്റെ രാജപാതയിൽ. പൊതുവിദ്യാഭ്യാസ രംഗത്ത് നാം കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചറിയാൻ അല്പകാലം പുറകിലേക്ക് സഞ്ചരിക്കുന്നത് നന്നായിരിക്കും. നാം എവിടെ നിന്നാണ് തുടങ്ങിയതെന്നും ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നുവെന്നും തിരിച്ചറിയുമ്പോഴാണ് വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും ഗുണകരമായ മാറ്റം നാം തിരിച്ചറിയുന്നത്. ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ കേരളം ഇന്ന് മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ്. കേവലം ഗുരുകുല സമ്പ്രദായത്തിൽ നിന്നും തുടങ്ങിയ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം സാധാരണക്കാരിൽ നിന്നും എത്രയോ അകലെയായിരുന്നു. രാജഭരണകാലത്ത് കോവിലകങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്ന വിദ്യാദേവതയെ ജാതി മതഭേദമില്ലാതെ സമ്പന്നനെന്നോ ദരിദ്രനെന്നോ ഭേദമില്ലാതെ എല്ലാവരിലേക്കും എത്തിക്കാൻ കാലമേറെ എടുത്തു കാണാം. രാജഭരണം അപ്രത്യക്ഷമായി. പാശ്ചാത്യാധിനിവേശം ശക്തി പ്രാപിച്ചു. മിഷനറിമാരുടെ കടന്നുവരവ് പലയിടങ്ങളിലും വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. മതപ്രചാരണവും ശിപ്പായിമാരെ വാർത്തെടുക്കുന്നതിനും അനുയോജ്യമായ വിദ്യാഭ്യാസ സമ്പ്രദായം. എങ്കിലും ഇത്തരം വിദ്യാലയങ്ങൾ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെ പലരും വായിച്ചും കേട്ടും തങ്ങൾ ജനിച്ചു വളർന്ന ഈ കൊച്ചു ലോകത്തിനപ്പുറത്തേക്ക് വിശാലമായൊരു ലോകമുണ്ടെന്ന് തിരിച്ചറിഞ്ഞു. തങ്ങൾ അനുഭവിക്കുന്ന അടിമത്തത്തിനപ്പുറത്ത് സ്വതന്ത്രമായൊരു രാജ്യം സ്വപ്നം കണ്ടു. അത് പിന്നീട് സ്വതന്ത്ര സമരത്തിലേക്കും സ്വതന്ത്ര ഭരണ സംവിധാനത്തിലേക്കും വഴി തുറന്നു. നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗം ഇന്ന് മാറ്റത്തിന്റെ പാതയിലാണ്. മറ്റ് പല മേഖലകളിലും ഉണ്ടായ വലിയ മാറ്റം പക്ഷേ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ വളരെ മന്ദഗതിയിലായിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ പരിമിതമായിരുന്നു. നമുക്ക് നല്ല കെട്ടിടങ്ങളോ ക്ലാസ് മുറികളോ ഇല്ലായിരുന്നു. വെള്ളമോ വൈദ്യുതിയോ ഇല്ലാത്ത തട്ടിക കൊണ്ട് മറച്ച ക്ലാസ് മുറികൾ, 3 കാലിൽ നിന്ന ബ്ലാക്ക് ബോർഡുകൾ, തേക്കാത്ത ചുവരുകൾ, കാലൊടിഞ്ഞ ബെഞ്ചുകൾ, ഡെസ്കുകൾ, വൃത്തിഹീനമായ മൂത്രപ്പുരകൾ. അത്തരം പരിമിതികളെ തൊട്ടറിഞ്ഞവരായിരുന്നു പഴയ തലമുറ. വിദ്യാഭ്യാസ അവകാശങ്ങളൊന്നുമില്ലായിരുന്ന അക്കാലത്ത് കുട്ടികളെ വിദ്യാലയത്തിലേക്ക് ആകർഷിച്ചത് ഒരുപക്ഷെ ഉച്ചഭക്ഷണമായിരിക്കാം. കാലത്ത് വെറും വയറുമായി വന്ന സ്കൂളിൽ ചെല്ലുന്നവരുടെ വലിയ സ്വപ്നമായിരുന്നു അക്കാലത്തെ ഗോതമ്പ് കൊണ്ടുള്ള ഉപ്പുമാവ്. വാഴയിലയിലോ പാത്രത്തിലോ പകർന്നു കിട്ടിയിരുന്ന ആ ഗോതമ്പ് ഉപ്പുമാവിന്റെ രുചി ഇന്നും മനസ്സിലുണ്ട്. കിട്ടിയതിന്റെ പാതി വീട്ടിലുള്ള കുട്ടികൾക്ക് കൂടി കൊണ്ടുകൊടുത്തിരുന്ന ഒരു കുട്ടിക്കാലത്തെക്കുറിച്ച് പഴയ തലമുറയെങ്കിലും ഓർക്കുന്നുണ്ടാകണം. കാലം കടന്നുപോയി. ഉപ്പുമാവ് ഉച്ചക്കഞ്ഞിക്കും പിന്നീട് ഉച്ചഭക്ഷണത്തിനും വഴിമാറിക്കൊടുത്തു. ചോറും സാമ്പാറും കൂട്ടുകറികളും മുട്ടയും പാലും ഇലക്കറികളും. ഇഷ്ടഭക്ഷണ മെനു പ്രകാരം ബിരിയാണി പോലും ഇന്ന് ഉച്ചഭക്ഷണത്തിന്റെ ഭാഗമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ പല വിദ്യാലയങ്ങളിലും ഇന്ന് പ്രഭാത ഭക്ഷണം വരെ നൽകുന്നുണ്ട്. അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമാണ് കേരളം. നമ്മുടെ വിദ്യാലയങ്ങളിലും കുട്ടികൾക്ക് ഏറ്റവും മികച്ച ഉച്ചഭക്ഷണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നവകേരള മിഷന്റെ ഭാഗമായി 2017 പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നിലവിൽ വന്നു. പൊള വിദ്യാലയങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളായി മാറി. അടിസ്ഥാന സൗകര്യങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച ഈ പദ്ധതിയിലൂടെ പഴയ സാമ്പ്രദായിക രീതികളിൽ ദീർഘകാലം ഒതുങ്ങി നിന്ന വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവകരമായ മാറ്റം കുറിക്കാൻ കഴിഞ്ഞു എന്നത് ഏറെ അഭിമാനകരമായ നേട്ടമാണ്. ഭൗതിക സാഹചര്യങ്ങൾ അടിമുടി മാറി. ദീർഘവീക്ഷണത്തോടെ വിദ്യാലയ വികസനത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. കിഫ്ബിയുടെ സഹകരണത്തോടെ ജനപ്രതിനിധികളുടെ പ്രാദേശിക ഫണ്ടുകൾ, ജനകീയ കൂട്ടായ്മകളുടെ സാമ്പത്തിക സഹായത്തിലൂടെ പുതിയ ഹൈടെക് കെട്ടിടങ്ങൾ നിർമ്മിച്ചു. അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി. വെള്ളം, വൈദ്യുതി, ഇന്റർനെറ്റ് സൗകര്യങ്ങൾ ഒരുക്കി. ക്ലാസ് മുറികൾ സ്മാർട്ട് റൂമുകളായി. ICD സാധ്യതകൾ ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായ പ്രൊജക്ടുകൾ സ്ഥാപിച്ചു. ബ്ലാക്ക് ബോർഡുകൾ വൈറ്റ് ബോർഡുകളായി വഴിമാറി. പഴയ മൂത്രപ്പുരകൾ അപ്രത്യക്ഷമായി. കെട്ടിടങ്ങളിൽ ഓരോ നിലയിലും വാഷ് ഏരിയയും ടോയ്ലറ്റും സ്ഥാപിതമായി. ഭിന്നശേഷി സൗഹൃദ വിദ്യാലയങ്ങളിൽ ബാരിയർ ഫ്രീ സംവിധാനവും ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റുകളും സ്ഥാപിക്കപ്പെട്ടു. സ്കൂൾ കെട്ടിടത്തോട് ചേർന്ന്
ഇറക്കി കെട്ടിയ ചെറിയ ഷെഡുകളിൽ പ്രവർത്തിച്ചിരുന്ന പഴയകാല കഞ്ഞിപ്പുരകൾ അപ്രത്യക്ഷമായി. വിറക് അടുപ്പുകൾക്ക് പകരം ഗ്യാസ് സ്റ്റൗകൾ നിലവിൽ വന്നു. ഹൈടെക് കെട്ടിടങ്ങൾക്കൊപ്പം അത്യാധുനിക സൗകര്യങ്ങളോടെ അടുക്കളയും ഡൈനിങ് ഹാളും സ്ഥാപിക്കപ്പെട്ടു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ നമ്മുടെ ഭൗതിക വിദ്യാലയങ്ങളിലെ ഭൗതിക സാഹചര്യങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തപ്പെട്ടു. സർക്കാർ വിദ്യാലയങ്ങൾക്കൊപ്പം കേരളത്തിലെ എയ്ഡഡ് വിദ്യാലയങ്ങളും ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തി. മാനേജർമാർ സ്വന്തം നിലയ്ക്കും ജനകീയ കൂട്ടായ്മകളിലൂടെയും മറ്റും സർക്കാർ ഏജൻസികൾ വഴിയും നല്ല കെട്ടിടങ്ങൾ പണിതു. സ്മാർട്ട് റൂമുകൾ പണിതു. ICD സംവിധാനങ്ങൾ ഒരുക്കി. ഭൗതിക സാഹചര്യങ്ങൾ ഏറെ മെച്ചപ്പെട്ടെങ്കിലും അക്കാദമിക നിലവാരം മെച്ചപ്പെടുത്തേണ്ടതുണ്ടെന്ന തിരിച്ചറിവുണ്ടായി. ദേശീയ വിദ്യാഭ്യാസ പുരോഗതി വിലയിരുത്തുന്നതിനായി കേന്ദ്ര ഏജൻസികൾ നടത്തിയ നാഷണൽ അച്ചീവ്മെന്റ് സർവേ ഫലം അത്ര ഗുണകരമായിരുന്നില്ല. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മൾ ഏറെ മുന്നിലാണെന്ന് അഭിമാനിക്കുമ്പോഴും സർവേ ഫലം നമുക്ക് അനുകൂലമായിരുന്നില്ല. ഈ തിരിച്ചറിവാണ് അക്കാദമിക രംഗത്തെ പുരോഗതി ലക്ഷ്യമിട്ടുള്ള സമഗ്ര ഗുണമേന്മ പദ്ധതിയിലേക്കുള്ള കാൽവെപ്പായി മാറിയത്. നമ്മൾ അവസരത്തിനൊത്തുയർന്ന് പ്രവർത്തിച്ചു. അക്കാദമിക് മേഖലയിൽ നിരവധി പരിഷ്കാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. സമഗ്ര ശിക്ഷ കേരളം, വിദ്യാകിരണം പദ്ധതികൾ വഴി ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും അക്കാദമിക ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും വിവിധ പ്രവർത്തനങ്ങൾ പദ്ധതി നടപ്പിലാക്കി വരുന്നു. കഴിഞ്ഞ വാർഷിക പരീക്ഷകളിൽ 30% മാർക്കിൽ കുറവ് ലഭിച്ച കുട്ടികൾക്കായി പ്രത്യേക പരിശീലനം നൽകി. കുട്ടികൾക്ക് നഷ്ടപ്പെട്ട ശേഷികൾ തിരിച്ചു പിടിക്കുന്നതിനായി പ്രത്യേക പരീക്ഷ നടത്തി. കഴിഞ്ഞ ദേശീയ വിദ്യാഭ്യാസ സർവേയിൽ നമ്മുടെ സംസ്ഥാനത്തിന് മികച്ച വിജയം കൈവരിക്കുന്നതിനായും വിദ്യാർത്ഥികൾക്ക് നൽകിയ നിരന്തര പരിശീലനത്തിലൂടെയാണ്. വിവിധ പഠന വിടവുകൾ കണ്ടെത്താനും പരിഹരിക്കാനും നമുക്ക് കഴിഞ്ഞു. സമ്പൂർണ്ണ സമഗ്ര സഹിതം പോർട്ടലുകൾ വഴി കുട്ടികളുടെ വിവരശേഖരണം, പഠന പുരോഗതി എന്നിവ വിലയിരുത്താനും അധ്യാപകർക്ക് പരിശീലനം നൽകാനും ആവശ്യമായ പഠന വിഭവങ്ങൾ ഒരുക്കാനും സാധ്യമായി. പ്രീ പ്രൈമറി വിദ്യാഭ്യാസം പരിഷ്കരിക്കപ്പെട്ടു. വർണ്ണക്കൂടാരം പദ്ധതി വഴി പ്രീ പ്രൈമറി വിദ്യാലയങ്ങളുടെ മുഖച്ഛായ തന്നെ മാറി. 13 പ്രവർത്തനങ്ങളിലൂടെ കുട്ടി ആർജിച്ചെടുക്കേണ്ട ശേഷികൾ കൈവരിക്കാനും വിവിധ കഴിവുകൾ പ്രകടിപ്പിക്കാനും അവസരം ലഭിച്ചു. കണ്ടും കേട്ടും തൊട്ടറിഞ്ഞും ആസ്വദിച്ച് പഠിക്കാനുള്ള അവസരം ഈ പദ്ധതിയിലൂടെ കുട്ടിക്ക് സാധ്യമായി. വിദ്യാഭ്യാസ അവകാശ നിയമങ്ങളിലൂടെ കുട്ടിയുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടു. വിദ്യാലയങ്ങൾ ഭിന്നശേഷി സൗഹൃദങ്ങളായി മാറി. മാലിന്യമുക്ത വിദ്യാലയം, ഹരിത വിദ്യാലയം, പരിസ്ഥിതി സൗഹൃദ വിദ്യാലയ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു. സ്കിൽ ഡെവലപ്മെന്റ് സൈറ്റുകൾ വഴി വിദ്യാലയങ്ങൾ തൊഴിൽ പരിശീലന കേന്ദ്രങ്ങളായി മാറി. സമഗ്ര പോർട്ടൽ വഴി ടീച്ചിങ് മാനുവൽ അപ്ലോഡ് ചെയ്യാനും പ്രധാനാധ്യാപകർക്കും വിദ്യാഭ്യാസ ഓഫീസർ തൊട്ട് മുകളിലുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കും നിരീക്ഷണം നടത്താനും കഴിയും വിധം അക്കാദമിക മോണിറ്ററിംഗ് സംവിധാനം ശക്തമാക്കി. കെറ്റ് വഴി ഇത്തരം പോർട്ടലുകൾ അപ്ഗ്രേഡ് ചെയ്യപ്പെടുന്നു എന്നത് സാങ്കേതിക വിദ്യയുടെ മികവ് തന്നെയാണ്. വിദ്യാഭ്യാസ അവകാശ നിയമത്തിലൂടെ കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് തടയാൻ കഴിഞ്ഞു. പണ്ട് കൊഴിഞ്ഞു പോകുന്ന കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. ബാലാവകാശ കമ്മീഷൻ, ശിശു സംരക്ഷണ സമിതികൾ എന്നിവർ നിരന്തരം ഇടപെടുന്നു. ശാരീരികവും മാനസികവുമായ കുട്ടികളുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയാനും ഗുണകരമായ ഇടപെടലുകളിലൂടെ പരിഹരിക്കാനുമുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ ചേർത്ത് പിടിക്കാനും മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിനും വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. പോരായ്മകളും പരിമിതികളും നിലനിൽക്കുമ്പോൾ തന്നെ നാം കൈവരിച്ച നേട്ടങ്ങൾ കാണാതെ പോകരുത്. മാനവിക മൂല്യങ്ങൾ ചേർത്ത് പിടിക്കുന്ന നമ്മുടെ ഭാഷയെയും സംസ്കാരത്തെയും മുറുകെ പിടിക്കുന്ന പുതിയ തൊഴിൽ മേഖലകളിൽ മത്സര പരീക്ഷകളെ അതിജീവിക്കേണ്ട ഒരു നല്ല തലമുറയെ വാർത്തെടുക്കാനുള്ള വലിയൊരു ഉത്തരവാദിത്യം ഏറ്റെടുത്തുകൊണ്ട് മാറ്റത്തിന്റെ രാജപാതയിലൂടെ നമുക്കിനിയും ഏറെ ദൂരം യാത്ര ചെയ്യേണ്ടതുണ്ട്. നമുക്കതിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സ്നേഹത്തോടെ പി. മൊയ്തീൻകുട്ടി, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ, കൊടുങ്ങല്ലൂർ.